ഇനി മടവൂരികളെ ഹദീസ് നിഷേധികളെന്ന് വിളിക്കാൻ പറ്റുന്ന ഞാൻ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഒരു ചെറിയ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മടവൂരികൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശുദ്ധമായ ചേകനൂർസത്തിലേക്ക്, യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ശുദ്ധമായ ചേകനൂർസത്തിലേക്കാണ് ഇവിടുത്തെ മടവൂരികളുടെ ആശയം കൊണ്ട് നടക്കുന്ന ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയവും ചില സാമ്പിളുകൾ മാത്രം ഞാൻ സൂചിപ്പിക്കുക. ചേകനൂരിസത്തിന്റെ കിതാബുകളിലും മടവൂരുടെ കിതാബുകളിലും വന്നിട്ടുള്ള ചില സാമ്യത ഒക്കെ ഹദീസുമായി ബന്ധപ്പെട്ടതാ. ഖുർആനിന് അനുയോജ്യമായ ഹദീസുകൾ സ്വീകരിക്കാനും ചേകനൂരികൾ എഴുതിയിട്ടുണ്ട്. മാറഞ്ചേരിയുള്ള ഒരു മൗലവിയുണ്ട്, ചേകനൂരിൽപ്പെട്ട ഒരു മൗലവിയാണ്. അദ്ദേഹത്തിന്റെ ഇസ്ലാമിക ശരീഅത്ത് എന്ന കിതാബിൽ കാണാം, ഖുർആനിന് എതിരല്ലാത്ത ഹദീസുകൾ സ്വീകരിക്കാം. ഇത് ചേകനൂരികളുടെ വാദാട്ടോ, ശരിക്കും മനസ്സിലാക്കിക്കോളൂ. മടവൂരികളുടെ വാദം എന്താ? ഖുർആനിന് എതിരാണെങ്കിൽ തള്ളിക്കളെ, എതിരാകാതെ സ്വീകരിക്കാം. ഒന്ന്. രണ്ടാമത്തത് മേറാജ് സംഭവം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത് ശാരീരികമല്ല. ഇതാണ് ചേകനൂരികളുടെ വാദം. ചേകനൂരിന്റെ രാത്രി നമസ്കാരം എന്ന കിതാബിലും ഒക്കെ ഉണ്ട്. സലാം സുല്ലമിയുടെയും മടവൂരികളുടെയും വാദം എന്താ? അത് ആത്മീയമായിരുന്നു, ശാരീരികമല്ല എന്ന് പറഞ്ഞാൽ സ്വപ്നാണ്, സംഭവിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ. ഖുർആനിൽ നസ്ഖയില്ല, അതിനെ ഗണ്ണിക്കുവാൻ വേണ്ടി ചേകനൂർ നസ്ഖയില്ല എന്നുള്ള ആയത്തിനെ നിഷേധിക്കുവാൻ വേണ്ടി ഒരുപാട് എഴുതിയിട്ടുണ്ട്. അബ്ദുസലാം സുല്ലമി അടക്കമുള്ള ആളുകളുടെയും വാദം. അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷ നിങ്ങൾ എടുത്തുനോക്കി, ഖുർആനിന്റെ വെളിച്ചം എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ പേരെങ്കിലും അത് ഖുർആനെ ഇരുട്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിലും ഈ ആയത്തിനെ നിഷേധിച്ചിട്ടുണ്ട്. 3, വ്യഭിചാരിയായ പുരുഷനും സ്ത്രീയും അവൻ വിവാഹിതരാണെങ്കിൽ അവരെ എറിഞ്ഞുകൊല്ലണമെന്ന് ഇസ്ലാമിന്റെ നിയമമാണ്. അതിന് നിഷേധിക്കുന്നു. ചേകനൂരികൾ നിഷേധിക്കുന്നു, മടവൂരികളും നിഷേധിക്കുന്നു. ഖബർ ശിക്ഷ ഇല്ല എന്ന് ചേകനൂരികൾ പറയുന്നു, മടവൂരികൾ പറയുന്ന ആത്മീയമാണ്. സിറാത്തിനെ നിഷേധിക്കുന്നു, ചേകനൂരികൾ നിഷേധിക്കുന്നു. മടവൂരികൾ സിറാത്ത് സലാസുല്ലിയുടെ പരിഭാഷയിൽ 3-ാം വാണ്ഡത്തിൽ കാണാം, സിറാത്ത് ഇല്ല എന്ന് ഈ ഹദീസ് അലിക്കും. ഇതുവരെ മടവൂരികൾക്ക് മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല. പല സ്ഥലങ്ങളും നമ്മൾ ഉദ്ധരിച്ച് പ്രസംഗിച്ച് എഴുതി മിണ്ടിയിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ ഈച്ചയുടെ ഹദീസ് ഇവിടെ വിശദീകരിച്ചു. ചേകനൂരാണ് ആദ്യം ഈച്ച ജ്യൂസ് എന്നുള്ള പ്രയോഗം തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. അബ്ദുസ്സലാം സുല്ലമി ആ ഹദീസിന്റെ വിശദീകരണത്തിൽ ബുഖാരിയിൽ പറഞ്ഞു, അത് ഒരു അജ്ഞാത ഈച്ചയാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈച്ച വെള്ളത്തിൽ വീണാൽ അത് മുക്കിയിട്ടെടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈച്ചനെ കൊണ്ടുപോയിട്ട് പാറി പോയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടത് മുക്കണം എന്നല്ല എന്റെ അർത്ഥം. അങ്ങനെ ഈച്ചയുടെ ഹദീസിനെ ചേകനൂരികൾ നിഷേധിക്കുന്നു, മടവൂരികൾ നിഷേധിക്കുന്നു. സിഹറിന്റെ ഹദീസിനെ പിന്നെ ഏതായാലും പറയേണ്ട ആവശ്യമില്ലല്ലോ. ചേകനൂരികൾ നിഷേധിച്ചിട്ടുണ്ട്. മടവൂരികൾ ഉദ്ധരിക്കുന്ന അതേ ആയത്ത് വെച്ചുകൊണ്ട് തന്നെ ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ എന്നുള്ളത് ചേകനൂരികൾ അദ്ദേഹത്തിന്റെ അനുയായികളും അവരുടെ കിതാബിൽ പറഞ്ഞ അതേ കോപ്പി മടവൂരികളുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം. ചന്ദ്രൻ പിളർന്നതിന്, ഇതൊക്കെ ഞാൻ ചെറിയ സമയം കൊണ്ട് ഇത് നോട്ടാക്കിയ കാര്യങ്ങളാട്ടോ. ചന്ദ്രൻ പിളർന്നതിനെ മടവൂരികൾ നിഷേധിക്കുന്നു, ചേകനൂരികൾ നിഷേധിക്കുന്നു. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി എന്ന് നമ്മുടെ സംഘടനാ പ്രശ്നമുണ്ടായപ്പോൾ വന്ന ഒരു വിഷയമാണ്. അത് പരലോകത്ത് നടക്കുന്ന സംഭവമാണെന്ന് ചേകനൂർ എഴുതിയിട്ടുണ്ട്. അവസാനം മടവൂരികൾ എഴുതിയപ്പോൾ അവരുടെ ഖുർആൻ ദർശനത്തിൽ മടവൂരികളെ അഭിനന്ദിച്ചുകൊണ്ട് ലേഖനം എഴുതിയത് ആ ഖുർആൻ ദർശനം എന്റെ കൈവശമുണ്ട്, ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ചേകനൂരിസത്തിലേക്ക് മടവൂരികൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഹജറുൽ അസ്വദിന് ചേകനൂരികൾ നിഷേധിക്കുന്നു. അതിന്റെ പുണ്യത്തെ ഇപ്പോൾ മടവൂരികളും അത് സാധാരണ കല്ല് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നു. സംസം വെള്ളത്തെ അതിന് സാധാരണ വെള്ളം മാത്രമാണ്, അത് മറ്റേ പിന്നെ അദ്ദേഹത്തിന്റെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ ശൗച്യം ചെയ്യുവാൻ വേണ്ടി അള്ളാഹു കൊടുത്ത വെള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പരിഹസിക്കുന്നു. സംസമിന്റെ മുഴുവൻ ഹദീസുകളും ദുർബലമാണെന്ന് പറഞ്ഞുകൊണ്ട് മടവൂരികളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ദജ്ജാലിന് ചേകനൂരികൾ നിഷേധിക്കുന്നു, മടവൂരികൾ നിഷേധിക്കുന്നു. ബദറിൽ മലക്കുകൾ ഇറങ്ങിയിട്ടില്ല എന്ന് ചേകനൂർ അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകത്തിലുണ്ട്. മലക്കുകൾ യുദ്ധം ചെയ്യുകയില്ല എന്നാണ് അവരുടെ വാദം. എന്നാൽ അബ്ദുസ്സലാം സുല്ലമിയും അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ മലക്കുകൾ ഇറങ്ങിയ ഹദീസുകളെ ശുദ്ധമായി നിഷേധിക്കുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ വാദം, ചേകനൂരികളുടെ വാദം. ആ വാദത്തിലേക്ക് തന്നെയാണ് മടവൂരികൾപ്പെട്ട ചില ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനം ഏറ്റവും ലേസ്തിച്ച് പറയാം, ചേകനൂരികൾ താടിനെ പരിഹസിക്കുന്ന ആളുകൾ, അവർക്ക് താടി എന്ന് പറഞ്ഞാൽ അതൊരു ഭീകരവാദത്തിന്റെ ചിഹ്നമായിക്കൊണ്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ അടുത്ത അബ്ദുസ്സലാം സുല്ലമിയുടെ ലേഖനം അൽമനാർ എന്ന് പറയുന്ന
അൽ ഫനാർ എന്ന് പറയുന്ന കോയക്കുട്ടി ഫാറൂഖ് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഫാറൂഖ് കോളേജിൽ നിന്ന് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാസികയുണ്ട്. ആ മാസികയിൽ ഒരു ലേഖനം, നമ്മുടെ പറയപ്പെട്ട സുല്ലമിയുടെ ലേഖനം, താടിക്ക് അമിത പ്രാധാന്യം നൽകുന്നവർ എന്നാണ് ആ ലേഖനത്തിന്റെ ഹെഡിങ് തന്നെ. ഇങ്ങോട്ട് നല്ല ഒരു താടിയുള്ള മനുഷ്യന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, സാധുവായ മനുഷ്യൻ. ഇങ്ങോട്ട് ആ ലേഖനത്തിൽ ഈ മനുഷ്യൻ സ്ഥാപിക്കുന്നത്, അതിൽ അദ്ദേഹം പറയാം, വഴിയിൽ നിന്ന് മുള്ളെടുത്തു നീക്കൽ ഈമാനിന്റെ ഭാഗമാണെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. താടി വെക്കൽ ഈമാനിന്റെ ഭാഗമാണെന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. സാധാരണക്കാരൻ മനസ്സിലാക്കും, താടി വെക്കൽ ഈമാൻപ്പെട്ടതൊന്നല്ല. സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കട്ടെ, താടി ഇല്ലാത്ത ആളുകൾ, ഇപ്പൊ ഹദീസ് സെമിനാറാണല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് വന്നത് സ്വീകരിക്കണം. റസൂലുള്ളാഹി താടി വെക്കുവാൻ വേണ്ടി ഒരുപാട് ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ സലഫികളാണെങ്കിൽ, ഹദീസിനെ സ്വീകരിക്കുന്നവരാണെങ്കിൽ ആ താടിയുടെ ഹദീസുകളും നമ്മൾ സ്വീകരിക്കണം. എന്നിട്ട് അവസാനം ഈ മനുഷ്യൻ പറഞ്ഞ, അതാണ് കുഫ്രിയത്തിലേക്കും തനിച്ച ചേകനോടിസത്തിലേക്കുമാണ് മടവൂരികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ അവസാനത്തെ അടയാളം. ആ ലേഖനം അയാൾ അവസാനിപ്പിക്കുന്നത് ഈ വാചകം പറഞ്ഞുകൊണ്ട്, അല്ലാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവനാണ്. താടി വെച്ചുകൊണ്ട് സൗന്ദര്യം കളഞ്ഞാൽ അതിന്റെ പേരിൽ അല്ലാഹുവിന്റെ ശിക്ഷ ചിലപ്പോൾ അയാൾക്ക് കിട്ടിയേക്കും. നഊദു ബില്ലാഹ്. എവിടുക്കാ പോണ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവനാണ്. അപ്പൊ നീ താടി വെച്ചിട്ട് സൗന്ദര്യം കളഞ്ഞാൽ അള്ളാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ചിലപ്പോൾ റസൂൽ, അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങൾ, റസൂൽ അള്ളാഹുവിന് ഇഷ്ടമുണ്ടാവും. റസൂൽ താടി വെച്ചിട്ടില്ലേ? സഹാബികൾ, ഒരൊറ്റ സഹാബി താടി വെടിച്ചതായിക്കൊണ്ട് തെളിയിക്കാൻ മടവൂരികൾക്ക് കഴിയുമോ? മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താടി വെക്കൽ സുന്നത്താണ്, താടി വെക്കൽ നിർബന്ധമാണെന്നും വടിക്കൽ ഹറാമാണെന്നും എന്നുള്ള വിഷയത്തിൽ സലഫികൾക്കെന്നല്ല 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. 99.99 മസ്അലകളിലും 4 മദ്ഹബിന്റെ ഇമാമുകളും ഖദ് ഇഖ്തലഫൽ ഉലമാഉന്ന സാധാരണ നമ്മൾ കാണാറുള്ളത്. അഥവാ പണ്ഡിതന്മാർ അതിൽ അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കുന്നു. താടി വെടിക്കൽ ഹറാമാണെന്ന വിഷയത്തിൽ സലഫികൾക്ക് ഏതായാലും അഭിപ്രായ വ്യത്യാസമില്ല, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ പച്ചയായിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് തനിച്ച ചേകനോടിസത്തിലേക്കാണ് ഈ ആളുകളെ ഇസ്ലാമിന്റെ പേരിൽ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഈ ആളുകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ തിരിച്ചറിയണം. ചില ആളുകൾക്ക് മടവൂരികളുടെ സംഘടന പറ്റൂല, മടവൂരികളുടെ ആദർശം പറ്റും. അങ്ങനത്തെ ആളുകളെയും നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് സാന്ദർഭികമായി കൊണ്ട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്.